അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഈദിൻ്റെ ഷോപ്പിങ്ങും പിന്നെ അന്നത്തെ ദിവസത്തെ ഇഫ്താറിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നോമ്പായതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ രാവിലെ വേഗം എഴുന്നേൽക്കലില്ല. പിന്നെ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാനുണ്ടായതുകൊണ്ട് ഒരു 8 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. എന്നാലൊരു 10 മണിക്കെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ നമുക്ക് അത്ര ടയേർഡും ഫീൽ ചെയ്യില്ല. പിന്നെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടുണ്ടാവില്ല, നല്ല ഫോൾഡ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും. പിന്നെ നമ്മൾ പോകുമ്പോൾ മക്കളെയൊന്നും കൂട്ടാണ്ടാണ് പോകുന്നത്. കാരണം ഇപ്പോൾ കോവിഡിൻ്റെ കേസസ് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അവർ എവിടെ തൊടൽ, പിന്നെ മാസ്കൊന്നും കറക്റ്റ് ഒരുപാട് സമയം ഇടൂല, അങ്ങനത്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ മക്കളെ കൂട്ടാണ്ട് വേഗം പോയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അന്നത്തെ ദിവസം മോന് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ വേഗം ഫ്രഷാക്കി ചായയെല്ലാം കൊടുത്തതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ പിന്നെ വീട്ടിൽ ഉമ്മുമ്മാവും ഇക്കാക്കാൻ്റെ വൈഫും മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ വരുന്നവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ പോകുന്നത് ചെറുവത്തൂരേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്നൊരു 4-5 കിലോമീറ്ററേ ഉള്ളൂ ഇവിടത്തേക്ക്. പിന്നെ നമ്മൾ പോകുന്ന ഷോപ്പിൻ്റെ പേര് ലോറ ഫാഷൻസ് എന്നാണ്. അപ്പോൾ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പോകാൻ കാരണം ഒരു പ്രമോഷനോ ഒന്നുമല്ല. നമ്മളിവിടുന്ന് ഒരുപാട് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിന് മുമ്പ്. പിന്നെ നമ്മളിപ്പോൾ ഡ്രസ് കോഡൊക്കെ ആക്കുകയാണെങ്കിൽ ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി തരുത്തുണ്ട്. പിന്നെ മുമ്പ് കസ്റ്റമൈസ്ഡൊക്കെ ഉണ്ടായിന്, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. പിന്നെ അവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വ്ളോഗ് എടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ അവർ നല്ല കസ്റ്റമർ സർവീസും ആണ്. പിന്നെ നല്ല കളക്ഷനൊക്കെ കണ്ടപ്പോൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എടുക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഓൺലൈനിലായാലും അധികം കാണുന്നത് ഈ മാക്സി ടൈപ്പ് ഡ്രസ്സസും പിന്നെ റോംബേഴ്സ്, ഷ്രഗൊക്കെയാണ്. അപ്പോൾ അതും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എല്ലാം നല്ല അഫോർഡബിൾ റേറ്റും ആണ്. പിന്നെ ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് ഡ്രസ്സൊന്നും കാണിച്ചു തരാൻ അത്ര മടിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ കാസർഗോഡ് ഭാഗത്തൊക്കെ ഓരോരോ ഷോപ്പിൽ ഇവർ ഫോട്ടോ എടുക്കാൻ പോലും വിടൂല. ഇനി അവരെ കളക്ഷൻ പുറത്താകുന്നത് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ ഇവർ നോമ്പായിട്ട് പോലും എല്ലാം കാണിച്ചു തരാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിനി. പിന്നെ ഇവിടെ ഒരുപാട് പ്ലസ് സൈസ് ഡ്രസ്സും പിന്നെ ചുരിദാർ സെറ്റ്, മാക്സി, ഒരുപാട് ടൈപ്പ് ഓഫ് ഷാള് അങ്ങനെ ഒക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ സ്കാർഫ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷാളാണ്. അപ്പോൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്. പിന്നെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഫാബ്രിക്കാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല, പക്ഷേ എല്ലാം നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ കാണുന്നതെല്ലാം മാക്സിയൊക്കെയാണ്. അപ്പോൾ സാധാ നോർമൽ മാക്സി, പിന്നെ റയോണ്ടത്, നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പോലത്തത്, അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് കിഡ്സിൻ്റെ കളക്ഷൻ നോക്കാം. ഇപ്പോൾ ഇത് റീസെൻ്റായിട്ട് വന്നതാണ് കിഡ്സിൻ്റെത്. മുമ്പ് ലേഡീസിൻ്റെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മളെല്ലാവർക്കും ഇവിടെ നിന്ന് തന്നെയാണ് ഡ്രസ്സ് എടുത്തത്. നമ്മൾ എടുത്ത ഡ്രസ്സ് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, അത് ഇൻഷാ അല്ലാ ഈദിൻ്റെ വ്ളോഗിൽ കാണിക്കാം.
നമ്മളവിടത്തേക്ക് പോകുമ്പോൾ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇനിയും വരാനുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആരെങ്കിലും ഡ്രസ്സ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കോ. നല്ല അഫോർഡബിൾ റേറ്റും ആണ്, നല്ല അടിപൊളി ഡ്രസ്സും ആണ്. ഇപ്പോൾ കോവിഡിൻ്റെ ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ഓപ്ഷനൊന്നും നോക്കി നിന്നിട്ടില്ല. അപ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇഷ്ടമായതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 12:30 1 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഷോപ്പിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. പിന്നെ നോമ്പിന് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നല്ല ടയേർഡാണ് ഉണ്ടാവില്ല, കുറച്ച് സമയമാണെങ്കിലും. അപ്പോൾ നമുക്ക് ഒരു പണിയെടുക്കാനൊന്നും തോന്നില്ല. ഇന്ന് നമ്മൾ വിചാരിച്ചത് ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്നാണ്. കാരണം ഫുഡാണെങ്കിൽ നല്ല ഹെവിയാണ്, പക്ഷെ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. ബിരിയാണിനേക്കാളും ഒരുപാട് എളുപ്പമാണ്. അപ്പോൾ ഈ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഞാനോ ഉമ്മാൻ്റെ സിസ്റ്ററോ അങ്ങനെയാണ് ഉണ്ടാക്കുക. നോർമലി ബിരിയാണി പിന്നെ നെയ്പ്പത്തിൽ അങ്ങനെയുള്ളതൊക്കെ ഉമ്മമാൻ ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ സ്നാക്കൊക്കെ ഉമ്മ തന്നെയാണ് ഉണ്ടാക്കിയത്. നമ്മളങ്ങനെ സ്പെഷ്യൽ സ്നാക്കൊന്നും ആക്കിയിട്ട് അത്ര കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അങ്ങനെ എല്ലാം റെഡിയായി. പിന്നെ ഇഫ്താറിൻ്റെ സമയവും ആയിട്ടുണ്ട്. ഇന്ന് നല്ല ടയേർഡാണുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ടൈം വരെയുള്ള വ്ളോഗേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.